ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു കാട്ടിലുള്ള ഒരു വീഡിയോ ആണ്. കാട്ടിലൂടെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് കേട്ടോ. മുട്ടപ്പഴം എന്ന് പറഞ്ഞതാ തിന്നല്ലേ? പക്ഷെ പണ്ട് സ്കൂൾ മുട്ട വരുമ്പോ ഇത് ഇങ്ങനത്തെ പറിച്ചു തിന്നു. പണ്ട് തിന്നുന്ന സാധനം ഇത്. ഒന്ന് പറിച്ചോക്കട്ടെ. നമ്മളിതാ വീണ്ടും പണയിലേക്ക് വന്നിട്ടുള്ളത്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയതാ. റെസ്റ്റ് എടുത്തിൻ്റെ പണിയെല്ലാം എന്തെല്ലാം ആയി എന്നെല്ലാം കാണാലോ. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്, കാണിച്ചേ. ഓടി ഇതാ ഇരിക്കേണ്ട സംഭവം എല്ലാം ആക്കിയിട്ട് ഇവിടെ ഇരിക്കേണ്ട സംഭവം എല്ലാം ആക്കിയിട്ടുണ്ട്. റെഡി? അല്ലെ കൈ പിടിക്കണം. റെഡി? 1 2 3 ഗോ. എന്തിനാ അഡ്മിറ്റ് ആയെന്ന് പറ. എന്തിട്ട്? ഓക്കെ. പുഴു തട്ടിയിട്ട് മൊത്തം ശരീരത്തിൽ പൊടിപ്പ് വന്നു, കഴുത്തിന് നീര് വന്ന്, അല്ലേ, ശ്വാസതടസ്സം പോലെ ചെറുതായിട്ട് വന്ന്, അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് അഡ്മിറ്റായിട്ടാണ് ഉള്ളത്. കൈക്കെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുള്ളതല്ലേ. അപ്പോൾ കാട്ടിൽ പോയത് കൊണ്ടാണ് ഇന്നല്ലേ, വളപ്പിലെല്ലാം നടന്നത് കൊണ്ടാണ് ഇന്ന് പുഴു തട്ടിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പുഴുവിനെ നിസ്സാരമായിട്ട് കാണണ്ട. അതിനെക്കൊണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടല്ലേ. പൈസ പിന്നെ ഉണ്ടാക്കാം, നീ കഷ്ടപ്പെട്ടു പോയില്ല അതിനെക്കൊണ്ട്. അപ്പം അങ്ങനെയുള്ളത്. സാരമില്ല, സൂചി വെച്ചിട്ട് കരഞ്ഞ്. സൂചി നല്ല വേനയുണ്ടില്ല. ചന്തിക്ക് എനക്ക് ചന്തിക്ക് സൂചി വെക്കുമ്പോൾ മറ്റേ സിനിമ ഓർമ്മ വന്നേ, ദിലീപിൻ്റെ. ഇങ്ങനെ മറ്റേതാ, ഏത് സിനിമയിലത്? ആ നവ്യ നായരും ദിലീപിലുള്ളൊരു സിനിമ, മഴത്തുള്ളിക്കിലുക്കത്തിൽ. അതാ എനിക്ക് ഓർമ്മ വന്നേ, ചന്തിക്ക് സൂചി വെക്കുമ്പോൾ. കഴുത്ത് കാണിച്ചാട്ടൊന്ന്. ദാസ് ആ കാണുന്ന ഭാഗം തന്നെ കഴുത്ത് നീര് വന്നിട്ട്, നീര് കുറഞ്ഞിട്ടില്ല ഇനിയും. അപ്പോൾ ഒരു പുഴു പറ്റിച്ച പണിയാണ്. അപ്പോൾ രാത്രിയായി, നമ്മൾ ഉറങ്ങാൻ നോക്കട്ടെ. നമ്മൾ അഡ്മിറ്റായിട്ട് കുറച്ച് സമയമായി, ഇനി ഉറങ്ങണം. ആശുപത്രിയിലായതുകൊണ്ട് ഉറക്കം വരുന്നില്ല അല്ലേ. അതങ്ങനെ. അതെ, ഇനിയിപ്പോൾ ടീച്ചറെ വിളിച്ച് പറയണം അല്ലേ, ക്ലാസ് ടീച്ചറെ വിളിച്ച് പറയണം ലീവാണെന്ന്. അല്ലേ, എന്നാൽ ശരി. അപ്പോൾ ഗൈസ്, നമ്മൾ ഡിസ്ചാർജ് ആയില്ല. ഡേ 2 അല്ല, ഡേ 3 ആയി. ഇന്ന് മിഞ്ഞാന്ന് നമ്മൾ വന്നത്. മിഞ്ഞാന്ന് വൈകുന്നേരമല്ലേ വന്നേ. ഇന്നലെയും കഴിഞ്ഞ് ഇന്നായി.
മൂന്നാമത്തെ ദിവസമായത്. നമുക്ക് ഡിസ്ചാർജ് ഇന്നലെ കിട്ടുമെന്ന് വിചാരിച്ച് ഇന്നലെ കിട്ടിയില്ല അല്ലേ. ഇന്ന് ഡിസ്ചാർജ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. മിഞ്ഞാന്നെടുത്ത വീഡിയോ പിന്നെ ഞാൻ ബാക്കിയൊന്നും എടുത്തിട്ടില്ല. ഇപ്പം മാറി അല്ലേ. ഇതെല്ലാം മാറി. ഇതെല്ലാം മരുന്നെല്ലാം പുരട്ടി കൊടുത്തിന്. ഇനിയിപ്പം നമുക്ക് വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തായിട്ട് ഇങ്ങനെ ഇടുന്ന് പ്രാന്തളകുന്നല്ലേ. അയ്യോ, ഇവിടെ കൊതുകില്ല കേട്ടോ, അതന്നെ ഒരു സമാധാനം. ഫുൾ റേഞ്ച്, കൊതുകുമില്ല. ഓ, നമ്മളെ കണ്ണൂർ ആശുപത്രി ആണെങ്കിൽ കൊതുക് കടിച്ച് 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 നമ്മളെ എടുത്തങ്ങ് മേലോട്ട് എത്തിച്ചിട്ടുണ്ടാവും. ഇവിടെ ആ പ്രശ്നമില്ല അല്ലേ. ഇപ്പോൾ സമയം 9:30 ഡോക്ടർ ഇനിയും വന്നിട്ടില്ല. എത്ര മണിക്കാണ് ഡോക്ടർ വരുമോ എന്നറിയില്ല. ഡോക്ടർ വന്നിട്ട് വേണം ഇനി പറയാം വീട്ടിലേക്ക് പോകണം. കുഴപ്പമില്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് തരുന്ന പറഞ്ഞത്. ഇനിയിപ്പോൾ തരുമോ ഇല്ലയോ എന്നറിയില്ല. ശരിക്കും ഇരുന്നിങ്ങനെ വട്ട പിടിക്കുന്നു. ദാമി ഇന്നലെ ഒരേ കരച്ചിലായിരുന്നു വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വിടണ്ടേ അല്ല ദാമ്പി. അവനിങ്ങനെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിലെത്തിയിട്ട് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ വാർഡിലാണ് ഉള്ളത്. പക്ഷേ ഇതാരുമില്ല, കാലിയാന്ന്. ഒട്ടുമിക്ക ആൾക്കാരും പേ വാർഡിലാണ് ഉള്ളത്. അതുകൊണ്ട് ജനറൽ വാർഡ് ഫ്രീ ആണ്. ഇന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡിസ്ചാർജ് കിട്ടിയാൽ വീട്ടിലേക്ക് പോകും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. പുഴുവിനെ നിസാരമായിട്ട് കാണണ്ട. ഒരു പുഴുവാണ് നമുക്ക് ഇത്ര പണി തന്നത്. പിന്നെ കാട്ടിലേക്കെല്ലാം പോകുമ്പോൾ കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക. ഇത് പുഴു തട്ടിയത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മളെ കൊണ്ടാകുന്ന പൊടിക്കൈയെല്ലാം പ്രയോഗിച്ച് നോക്കി. ഈ പൊടിപ്പൂ ആ തടിച്ചു വന്നതും ചൊറിച്ചിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും അങ്ങ് ഏറ്റിട്ടില്ല. അവസാനം നമുക്ക് ആശുപത്രിയിലേക്ക് വരേണ്ടി വരുന്നു. അപ്പോൾ പുഴുവിനെ ആരും നിസ്സാരമായിട്ട് കാണണ്ട. എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കൊരുപാട് പണി കിട്ടി അതിനെക്കൊണ്ട്. നമ്മളും ഇത്ര ഡേഞ്ചറായിരിക്കും എന്ന് വിചാരിച്ചിട്ടില്ല. സാധാരണ ഒരു പുഴുവല്ലേ, അതിന് ഇത്ര വിഷം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് സാധനം. വാർഡിൽ നമ്മളും ഇതും മാത്രമേ ഉള്ളൂ. ഒരു പ്രാവും 2 കുട്ടികളും എയർ ഹോൾസിൻ്റെ അകത്ത് അല്ലേ. അനങ്ങുന്നില്ല അത്. തീറ്റ കൊണ്ട് കൊടുക്കുന്ന കാണണം. ഇതാ നമ്മളെ വാർഡ്. അവരെ ചെരുപ്പ് വേണ്ട. ഇവ കളിക്കുമ്പോൾ ഇടുന്ന ചെരുപ്പ് ഇടിച്ചാ വന്നത്. വേഗം ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ പോകുന്ന വെച്ചാൽ രാത്രി വന്നത്. എന്നിട്ട് ഈ പഴയ പൊട്ട ചെരുപ്പ് ഇടിച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ദൈവം, ഇതാളെ കാണിക്കാൻ കൊള്ളൂല. അത്രക്ക് വൃത്തിയാടാ. നമുക്ക് ഇന്ന് വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും. ഡോക്ടർ വന്നില്ല. ശരി, ഡോക്ടർ വരുന്നവരൊരു സമാധാനമില്ല. അങ്ങനെ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജിൻ്റെ പറയും എന്തായാലും. അപ്പോൾ ഇത് ഞാൻ ജനലിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം. പിന്നെ എന്തായാലും ഒരു പുഴുവിനെ കൊണ്ട് നമുക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ ഒരു പുഴു തട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഇങ്ങനെ തടിച്ചടിച്ച് വരുമല്ലോ കുറച്ച്. അപ്പോൾ ഇത് കുറച്ച് നല്ലോണം ആയിപ്പോയിട്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നീര് വന്ന് അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതിന് ഇൻഫെക്ഷൻ ഉള്ളിലോട്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആസ്മ, പിന്നെ ജലദോഷം, അങ്ങനെ ഒരുപാട് ശ്വാസം മുട്ടൽ, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവന് ചെറുതായിട്ടൊരു ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് നെബുലൈസ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ മരുന്നെല്ലാം കഴിഞ്ഞു. ഇനി ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പുഴുവിനെ ശ്രദ്ധിക്കുക. വീട്ടുവളപ്പിലും എല്ലാം ഇപ്പോൾ ഒരുപാട് ടൈപ്പ് പുഴുവുണ്ട്. അപ്പോൾ തൊട്ട് കഴിഞ്ഞാലും അല്ലെ അതിൻ്റെ ആ ഒരു രോമം ശരീരത്തിലോട്ടായി കഴിഞ്ഞാലും എല്ലാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ സാധാരണ ഇവന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള പൊടിക്കൈകൾ പ്രയോഗിക്കുമല്ലോ. തൈര് പുരട്ടുക, അതുപോലെ എന്തെങ്കിലും തുളസി ഇല അങ്ങനെയുള്ളതിൻ്റെ നീര് ഇടിച്ചെടുത്തിട്ട് അത് പുരട്ടി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ സാധാരണ ചൊറിച്ചലും ആ തടിപ്പെല്ലാം അങ്ങ് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ പോയിട്ടില്ല. ഇത് നല്ല ഒരു സൂചി കുത്തിപ്പോയി.
അപ്പോൾ ഇതങ്ങനെ പോയിട്ടില്ല. അപ്പം നമ്മൾ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, മാറിയാ? ഈ ഭാഗത്ത് നല്ല നീരുണ്ട് ഇങ്ങനെ അല്ലേ, കടിച്ചിട്ട് മുടിയെല്ലാം മുറിക്കണം. അപ്പോൾ ഇന്ന് 2 ദിവസമായി സ്കൂളിൽ ലീവായിട്ട് ടീച്ചറെല്ലാം വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഉള്ളത് അല്ലേ, ഇതെല്ലാം നമ്മളെ സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല, ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ കാണാൻ പറ്റും, അതാണ് മെയിൻ റോഡ് അല്ലേ. ഇതിനകത്ത് ഗ്ലാസ് ഉള്ള പോലെയൊന്നും ഒന്നുമില്ല. ഇതാ ചെറിയൊരു ഗ്ലാസ് എല്ലാം കച്ചറ കളിയല്ലേ ഇതാ. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ പക്ഷെങ്കിൽ വ്യൂ. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, ചായയോ അങ്ങനെ സംഭവങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടി. ഡോക്ടർ വന്ന് വേറെ കുഴപ്പമൊന്നുമില്ല, 2 ദിവസം മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.